ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഇർഫാന്റെ മേലുള്ള കുറ്റാരോപണം തന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അദ്ദേഹം എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഇർഫാൻ, ഞാൻ മനസ്സിലാക്കിയത് താങ്കളുടെ കുട്ടിക്കാലം മുതലേ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഞാൻ ഫേമസ് ആവണം. അങ്ങനെ ഫേമസ് ആകാൻ വേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ജോലികളും ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാ. പക്ഷേ അതിനുവേണ്ടി ഞാൻ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാൻ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ശരി, അത് ഒരിക്കലും പണത്തിന് വേണ്ടി മാത്രമായിരിക്കരുത്. അതിന് ഒരർത്ഥം ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നി. അതിനുശേഷവും ഞാൻ ശ്രമങ്ങൾ തുടർന്നു. പിന്നീട് ഞാൻ കുറെ സിനിമകൾ കണ്ടു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ ഫീൽഡാണ് എനിക്ക് പക്ഷെ യോജിച്ചത്. നിങ്ങളുടെ ഫാമിലി നിങ്ങളെ സിനിമ കാണാൻ പോലും അയക്കില്ലെന്നാണ് ഞാൻ കേട്ടത്. പരമ്പരയായിട്ട് സിനിമ കാണാൻ താങ്കളെ അനുവദിക്കില്ലെന്ന്. വളരെ മോശമായ ഒരു കാര്യമാണ് അതെന്ന് പറയുന്നത്. അതെ അതെ, അങ്ങനെ വിചാരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു നല്ല ജോലിയല്ല. അവരങ്ങനെ കാണില്ല. ഇത് അഴിഞ്ഞാട്ടക്കാരുടെ ജോലിയാണെന്നേ അവർ പറയൂ. പിന്നീട് ഞാൻ എൻ്റെ അമ്മയെ ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. വെറുതെ മരം ചുറ്റി കളിക്കാൻ മാത്രം പോവില്ല, അതിനോടൊപ്പം നല്ല കാര്യങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ അതവർക്ക് പൂർണ്ണമായി മനസ്സിലായില്ല. പക്ഷേ എൻ്റെ ഉള്ളിലെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ഞാൻ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. മിഥുൻ ചക്രവർത്തിയാണ് താങ്കൾ റോൾ മോഡലായിട്ട് എടുത്തെന്ന് കേട്ടു. അദ്ദേഹത്തിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടെന്ന് കേട്ടു. ആരോ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തിന്റെ മുഖച്ഛായ ഉണ്ടെന്ന്, മിഥുൻ ചക്രവർത്തി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പടങ്ങൾ റിലീസ് ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ മുടി ഇങ്ങനെ താഴേക്ക് വീണ് കിടക്കും. നല്ല സോഫ്റ്റ് ആയിരിക്കും, കാണാൻ നല്ല ഭംഗിയാ. പക്ഷേ എന്റെ മുടി വളരെ ഹാർഡും കേളിയുമാണ്. അന്ന് എന്റെ കയ്യിൽ കാശില്ലെങ്കിലും ഞാൻ വെറുതെ ഇരിക്കില്ല. മുടി ഇങ്ങനെ ഡ്രൈ ചെയ്തുകൊണ്ട് ഞാൻ താഴേക്ക് വരുത്താൻ ശ്രമിക്കും. താഴേക്ക് വരും, പക്ഷേ ചകിരി നാര് പോലെ ഇത് ഇങ്ങനെ നിൽക്കും. അങ്ങനത്തെ ഒരുപാട് ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട്, മിഥുൻ ചക്രവർത്തിയെ പോലെ. അദ്ദേഹത്തെ പോലെ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കാൻ എനിക്ക് സന്തോഷമാണ്. എനിക്ക് ഇഷ്ടം. ഫോട്ടോകളൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? നന്നായിരിക്കും. എനിക്ക് മിഥുൻ ചക്രവർത്തിയെ ഇപ്പോഴും ഇഷ്ടമാണ്. അദ്ദേഹം താമസിക്കുന്ന ഏരിയയിലാണ് ഞാനും താമസിക്കുന്നത്. വീടും വളരെ അടുത്ത് തന്നെയാണ്. ഒരു ദിവസം അദ്ദേഹത്തെ പോയി കാണണം. പക്ഷെ താങ്കളുടെ അച്ഛൻ താങ്കളെ കുറച്ച് ടഫാക്കാൻ വേണ്ടി ശ്രമിച്ചു, ഒരു വേട്ടക്കാരനെ പോലെ, അതായത് ഒരു ഹണ്ടർ പോലെ. എന്റെ അച്ഛൻ ഒരു ഹണ്ടറായിരുന്നു. അച്ഛന്റെ ഒപ്പം ഞങ്ങളും ഹണ്ടിങ്ങിന് പോകാറുണ്ട്. കാട് കാണാൻ നല്ല രസമാണ്. പക്ഷെ മൃഗങ്ങൾ മരിച്ചു വീഴുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നും. അതിനെക്കുറിച്ച് കഥയൊക്കെ എഴുതിയിട്ടുണ്ട്. പാവം, ഇത് മരിച്ചുപോയല്ലോ, ഇതിന്റെ കുഞ്ഞിനെ ആരുണ്ട്, ഇതിന്റെ അമ്മയെ ആര് നോക്കും എന്നൊക്കെ പറഞ്ഞ്. ഇതൊക്കെ എന്റെ തലക്കകത്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഒരു ദിവസം അച്ഛൻ എന്നെ കൊണ്ട് ഷൂട്ട് ചെയ്യിച്ചു. അതിലൊരു മൃഗവും ചത്തു വീണു. അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അത് കുറെ നാൾ എന്നെ അലട്ടി. ഞങ്ങളെ അറിയാവുന്നവരെല്ലാം പറയും പതാന്റെ വീട്ടിലൊരു ബ്രാഹ്മണൻ ജനിച്ചിട്ടുണ്ടെന്ന്. താങ്കളുടെ അച്ഛൻ ഒരു സ്ട്രിക്റ്റായ അച്ഛനാണെങ്കിലും പക്ഷേ താങ്കളുടെ കണ്ണിന് അദ്ദേഹം ഒരു വലിയ ഫാനാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹം എന്തു പറയുന്നു വെച്ചാ, ഇത് കണ്ണുകളാണോ അതോ ഗോട്ടിയാണോ? പക്ഷേ താങ്കൾ കുടുംബത്തിലുള്ളവരോട് കള്ളം പറഞ്ഞ് അവരെയൊക്കെ പറ്റിച്ചുകൊണ്ട് താങ്കൾ എങ്ങനെയോ NSTയിൽ പോയി ജോയിൻ ചെയ്തെന്നാണ് കേട്ടത്. മണ്ണിടേണ്ടത് അത്യാവശ്യമായിരുന്നു. പക്ഷേ എനിക്ക് ഒന്നും ആ സമയത്ത് മനസ്സിലായിരുന്നില്ല. ജയ്പൂരില് ശരിക്കും പറഞ്ഞാൽ എക്സോസ്റ്റായി. പിന്നീട് ആ സമയത്ത് എനിക്ക് ഒരു പണിയുമില്ലായിരുന്നു. ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കും. പിന്നെ അവിടെ ഇവിടെയൊക്കെ പോവും. കോളേജിൽ പോയി പെൺപിള്ളേരെ കളിയാക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് പെൺകുട്ടികളെ ലൈനടിക്കാൻ പോലും അറിയില്ല. ഞങ്ങൾ വെറുതെ ഒന്ന് മാർക്ക് ചെയ്യും, അത്രേ ഉള്ളൂ. രണ്ട് പെൺകുട്ടികൾ നടന്നു പോവാണെങ്കിൽ ഇത് എന്റെ ആള്, ഇത് അവന്റെ ആളെന്ന് വെറുതെ മാർക്ക് ചെയ്യും. ചില സമയത്ത് ഞങ്ങൾക്കിടയിൽ വഴക്കുണ്ടാവും. അത് നിന്റെ ആളല്ല, അത് എന്റെ ആളാണെന്നൊക്കെ പറഞ്ഞു. പിന്നീട് ആ പെൺകുട്ടികളുടെ വീട് വരെ ഞങ്ങൾ അവരുടെ പുറകെ പോകും. അത് കഴിഞ്ഞ് അവർക്ക് എങ്ങനെ മെസ്സേജ് അയക്കാമെന്ന് ഞങ്ങൾ ചിന്തിക്കും. ഈ പ്രോസസ്സ് കുറഞ്ഞത് 4, 5, 6 മാസം വരെ നീളും. ഒരുപക്ഷെ ഒരു ബായോ ഹായോ ഒക്കെ പറയാൻ ചാൻസ് കിട്ടിയാൽ പോലും അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഇപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയ സ്ത്രീകളെ പറ്റി പറഞ്ഞ് എന്റെ ചോദ്യങ്ങളിൽ നിന്ന് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അഡ്മിഷന് വേണ്ടി താങ്കൾ കള്ളം പറഞ്ഞെന്നാണ് ഞാൻ അറിഞ്ഞത്. അതെ, എന്റെ അമ്മയോട് ഞാൻ കള്ളം പറഞ്ഞു. ഞാൻ അവിടെ പോകുന്നത് ആക്ടിങ്ങിന് വേണ്ടിയല്ല, ആക്ടിംഗ് പഠിക്കാൻ വേണ്ടി പോവാണെന്നാണ് പറഞ്ഞത്. പഠിച്ചു കഴിഞ്ഞിട്ട് ജയ്പൂർ യൂണിവേഴ്സിറ്റിയിൽ വരും, ഇവിടെ ടീച്ചർ ആവും, ലെക്ചർ ആവും എന്നൊക്കെ പറഞ്ഞു. സോ കൺവിൻസ് ആയി. പിന്നീട് NSTക്ക് വേണ്ടി ഞാൻ അഭിനയിച്ച നാടകം കാണിച്ചു കൊടുത്തു. അന്ന് എനിക്ക് സിനിമയായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു. നാടകത്തിൽ അഭിനയിക്കും, അത്രേ ഉള്ളൂ. അഭിനയം പഠിച്ചിട്ട് നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്നു. അന്ന് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അമ്മയോട് അങ്ങനെ പറയല്ലാതെ വേറെ നിവൃത്തിയില്ല. ഞാൻ അറിഞ്ഞത് താങ്കൾ അവിടെ ആക്ടിംഗ് വളരെ സിൻസിയറായിട്ട് പഠിച്ചെന്നാണ്. അതായിരുന്നു എന്റെ ലക്ഷ്യം. ഞാൻ അവിടെ പോയതിന്റെ കാരണവും അതുതന്നെയാണ്. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ഇവൻ NSTക്കകത്ത് വന്ന് ഒന്നും ആലോചിക്കാതെ ഒരു സർക്കിളിനകത്ത് തന്നെ കിടന്ന് കറങ്ങുമെന്ന്. അവന്റെ ഏരിയ വിട്ട് അവൻ പുറത്തു വരില്ലെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ മനസ്സിനകത്തൊരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. ഞാൻ NSTയിൽ ചെന്നപ്പോൾ ടീച്ചർ ആക്ടിംഗ് പഠിപ്പിക്കും, അടുത്ത ദിവസം തന്നെ ഞാൻ ആക്ടർ ആവും എന്നുള്ള തെറ്റിദ്ധാരണ. സോ
അതിനുവേണ്ടി ഞാൻ വിടാതെ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മുംബൈ വന്നതിന് ശേഷം താങ്കൾക്ക് ജോലിയൊന്നും കിട്ടിയില്ല. പിന്നെ എങ്ങനെ? മുംബൈയിലേക്ക് ഞാൻ ജോലി അന്വേഷിച്ചു പോയതൊന്നുമല്ല. മുംബൈ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. താങ്കൾ TV സീരിയലുകളിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ഗോവിന്ദ് നെഹ്ലാനി ക്ഷണിച്ചു. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാൻ 3 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അത് ദൂരദർശനിൽ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സംപ്രേഷണം ചെയ്യാറുണ്ട്. ആ 3 സിനിമകൾ ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ മുംബൈയിൽ തന്നെ സെറ്റിലായി. താങ്കൾ എങ്ങനെയുള്ള സീരിയലുകൾ ചെയ്തെന്ന് വെച്ചാൽ ചാണക്യ ചെയ്തിട്ടുണ്ട്, മറ്റൊന്ന് ഗ്രേറ്റ് മറാഠ, പിന്നെ ജയ് ഹനുമാൻ. ജയ് ഹനുമാൻ ചെയ്തില്ല. ഒരു എപ്പിസോഡ് കഴിഞ്ഞ് ഓടി വന്നു. പക്ഷേ അതിലെന്ത് പ്രശ്നമുള്ളത്? നല്ല സീരിയലല്ലേ ചാണക്യ. ഞാനിത് തെളിയിക്കാൻ ഒരുങ്ങുകയാണ്. അതായത് താങ്കൾ സക്സസിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്നുള്ള കാര്യം. പടത്തിൽ റോൾ ഇല്ലാത്ത സമയത്ത് താങ്കൾ ചെറിയ റോളാണെങ്കിലും ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി ഞാൻ വന്നത് സിനിമയിൽ അഭിനയിക്കാനല്ലേ, പിന്നെ ഇവിടെന്താ എനിക്ക് കാര്യമെന്ന്. അന്ന് എനിക്ക് തോന്നി അമരീഷ് പുരിയുടെ പുറകെ നിന്നാൽ മതി എന്റെ ജീവിതം തന്നെ സഫലമാകുമെന്ന്. പക്ഷെ എനിക്ക് ആ ചാൻസ് കിട്ടിയില്ല. ഇൻഡസ്ട്രി അങ്ങനെ ഒരു അവസരം തന്നില്ല. ഇൻഡസ്ട്രി താങ്കളുടെ ടാലന്റ് മനസ്സിലാക്കിയില്ല. ഇല്ലായിരിക്കാം. ടിവിയിൽ എല്ലാവരും പറയാറുണ്ട് ഇവൻ നല്ലൊരു ആക്ടറാണെന്നൊക്കെ. പക്ഷേ സിനിമയിലാരും അവസരം തന്നില്ല. സുഭാഷ് ഘൈ സാർ പോലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്റെ സീരിയലിൽ അഭിനയം കണ്ടിട്ട് ഇതേതാ ഈ പയ്യൻ, ഇവൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞത്രേ. പിന്നീട് ഞാൻ സുഭാഷ് ഘൈ സാറിന്റെ ഫോൺ എപ്പോൾ വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുമായിരുന്നു. ചിലപ്പോഴൊക്കെ എന്റെ വൈഫിനോട് പറയും ആരാ വിളിക്കുന്നതെന്നൊക്കെ, സുഭാഷ് ഘൈ സാറാന്ന്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. താങ്കളുടെ വൈഫ് എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ താങ്കൾ ജോലിയിൽ എത്രത്തോളം ഇൻവോൾവ് ആണെന്ന് വെച്ചാൽ താങ്കൾ അവരോടൊപ്പം ലിഫ്റ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ ഉച്ചത്തിൽ ഡയലോഗ് പറയും, അത് അവർക്ക് ഡിസ്റ്റർബ് ആണെന്നാണ് പറയുന്നത്. അവൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ബസാറിൽ വെച്ചുള്ള റിഹേഴ്സൽ ഒന്ന് നിർത്തണമെന്ന്. ആക്ച്വലി ഞാൻ ലൗഡ് തിങ്കറാണ്. എന്ത് മനസ്സിൽ തോന്നുന്നു അത് പുറത്തു പറയും. ചിലപ്പോഴൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കമ്പിയിൽ പിടിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ബസ്സിലിരിക്കുന്നവരൊക്കെ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങും. എന്നെ നോക്കുന്നവരെ എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അവരുടെ നോട്ടം അങ്ങനെയായിരിക്കും. അതുകൊണ്ട് അവൾ പറയുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, വീട്ടിൽ വന്നിട്ട് റിഹേഴ്സൽ ചെയ്യും. ഫ്രാൻസിൻ തോമറിലൊരു പാട്ടുണ്ട്, നിങ്ങളുടെ കണ്ണിന് ഭംഗിയുണ്ട്, അത് താങ്കൾക്ക് ഫിറ്റാകും, പക്ഷെ വളരെ നന്നായിട്ട് സംസാരിക്കുമെന്ന് ഇപ്പൊ സംസാരിക്കുമ്പോൾ മനസ്സിലായത്. പക്ഷേ ആ സംസാരത്തിൽ റൈഫിൾ കൊണ്ടുള്ള ഷൂട്ടിംഗ് പോലൊന്നും ഇല്ലല്ലോ. അതെ, റൈഫിൾ ഷൂട്ടിംഗ് അല്ലേ. പക്ഷെ നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ താങ്കൾ അത് അംഗീകരിച്ചിരിക്കുകയാണ്.